എല്ലാവർക്കും എൻ്റെ വിനയ നമസ്കാരം. ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഏറ്റവും പുതിയ രീതിയിലുള്ള തട്ടിപ്പിൻ്റെ ഒരു അനുഭവ കഥയാണ് ഞാനിപ്പോൾ നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആളുടെ പേരൊക്കെ ഞാനൊന്ന് മാറ്റി പറയുകയാണ്, ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോലീസ് വാഹനത്തിൽ എല്ലാവരും പെട്രോളിങ്ങിനായി പോയിരുന്നു. ഞങ്ങളുടെ വാഹനം കണ്ട് പെട്ടെന്നൊരു കാറ് നിർത്തി ഒരു അപരിചിതൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ പേര് ശിവൻ എന്നാണ്. എനിക്ക് എൻ്റെ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് സംഘം കുറേ പണം തട്ടിക്കൊണ്ടുപോയി സാറേ. ആ വിവരം പറയാനാണ് ഞാൻ. എന്താണ് വിവരം ചോദിച്ചു പറഞ്ഞു. സാറേ, അത് കഴിഞ്ഞ ദിവസം യൂണിയൻ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. അപേക്ഷ കൊടുത്തു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അനുവദിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾ നേരിൽ കാണണം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. ഞാൻ ബാങ്കിൽ നിന്നാണെന്ന് കരുതി പെട്ടെന്ന് വീഡിയോ കോൾ ഓൺ ചെയ്ത് അവരുടെ കോളെടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അനുവദിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ഇപ്പോൾ കയറും. ക്രെഡിറ്റ് കാർഡ് കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ആ തുക പിൻവലിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, അതൊന്ന് റീഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ അയച്ചത് ഡോക്യുമെൻറ്റ് ഞാൻ ശിവൻ ആളുടെ റീഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വായിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് അയാൾ പറഞ്ഞപ്പോൾ ആ ഡോക്യുമെൻറ്റ് തിരിച്ചയക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു. ആ വന്ന ഫോൺ നമ്പറിലേക്ക് തന്നെ അത് ആ ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, പ്ലീസ് വെയിറ്റ് എന്നൊരു മെസ്സേജ് വന്നു. കുറച്ച് സമയത്ത് ഫോൺ ഹാങ്ങായി. അല്പം കഴിഞ്ഞപ്പോൾ ഫോൺ ഓണായി പറഞ്ഞത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഫോൺ കട്ടായി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അങ്ങനെ നോക്കുമ്പോഴത്തേന് അങ്ങനെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഫോൺ പേ വഴി 4 തവണകളായി അങ്ങനെ അക്കൗണ്ടിലുണ്ടായ 1,49,000 നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ലാതെ ഫ്രം പേ വെച്ചു. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് തിരിച്ചറിയണ്ടേ? പുള്ളിയുടെ ഫോൺ പേയുടെ പിൻ നമ്പർ, രഹസ്യ നമ്പർ ആ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്ത സമയത്ത് ഈ ഫോണിൻ്റെ മുഴുവൻ നിയന്ത്രണവും ആ തട്ടിപ്പുകാരുടെ കയ്യിൽ ചെന്നു. ആ സമയത്ത് ഈ ഫോണിൻ്റെ മുഴുവൻ വിവരങ്ങളും അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞ രഹസ്യ നമ്പർ കിട്ടി ഫോൺ പേയുടെ. അതിൽ വെച്ച് അവർ ആ പണം തട്ടിയെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, തട്ടിപ്പിന് വിവിധ രീതിയിലാണ് ഓൺലൈൻ തട്ടിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു കാരണവശാലും നമ്മുടെ രഹസ്യ നമ്പറുകൾ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. അതോടൊപ്പം തന്നെ നമുക്കറിയണം കാര്യം, ക്രെഡിറ്റ് കാർഡിനാണെന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ടിൽ ലോൺ അനുവദിക്കുന്നതാണെന്ന് പറഞ്ഞ് പിന്നെ നിങ്ങളുടെ രഹസ്യ നമ്പറുകൾ ചോദിച്ചുമൊക്കെ ബാങ്കുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ വിളിക്കില്ല. OTP നമ്പർ ചോദിച്ച് വിളിക്കില്ല. അങ്ങനെ വിളിക്കപ്പെട്ട അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയുക തട്ടിപ്പാണ് നിങ്ങൾ തിരിച്ചറിയുക. എന്തെങ്കിലും സംശയങ്ങൾ ആ സമയത്ത് വരികയാണ്, നിങ്ങളൊരു നല്ല പോലീസ് സുഹൃത്ത് നിങ്ങൾ കണ്ടെത്തുക, അവരുടെ അഭിപ്രായം തോടുക, അല്ലെങ്കിൽ അറിവുള്ള മറ്റാരുടെയെങ്കിലും സൈബറുമായി അറിവുള്ളവരുടെ സഹായം തേടുക, സൈബർ പോലീസിന് സഹായം തേടുക. നിങ്ങൾക്ക് ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. നമ്മൾ വളരെ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം ഇന്ന് പഴയ രീതിയിലുള്ള മോഷണങ്ങളൊന്നുമല്ല, ഓൺലൈൻ തട്ടിപ്പുകളാണ് നടക്കുന്നത്. ആളുകളെ ചതിക്കുവാൻ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് വളരെ ജാഗരൂകരായി നമ്മൾ ഫോൺ ഉപയോഗിക്കുക. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഉള്ള തട്ടിപ്പുകൾ ഉണ്ടായിരിക്കാൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു ഓൺലൈൻ തട്ടിപ്പിൻ്റെ അനുഭവ കഥയുമായിട്ട്. ഇത്രയും വീഡിയോകൾ ചെയ്യുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. എല്ലാവരും സഹകരിക്കുക.